കെ.ജി. സൈമൺ അപകടകാരികളാണ് എന്ന തിരിച്ചറിവിൽ ഇനി പുറം ലോകം കാണരുത് എന്ന് കരുതി നിയമം ജയിലിലിടുന്ന ആളുകൾക്ക് അവിടെയും ഈ സംവിധാനത്തെയും അതിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. കാരണം ഈ ഇപ്പം രാകേഷ് പറഞ്ഞ കാര്യത്തിൽ അതുപോലെ ഞാൻ പറയുന്നില്ല തന്നെ ഭീഷണിയുണ്ട്, അവർക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പല ആൾക്കാർക്കും പേടിയുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. അതായത് നമ്മൾ മേലുദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സപ്പോർട്ട്, അതിപ്പോൾ കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് കഴിവത് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ പോലീസാണെങ്കിൽ ഒരു പ്രതി വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഇവിടെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർക്കും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ധൈര്യമായിട്ട് ജോലി ചെയ്യാനുള്ള സംവിധാനം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ചില ആൾക്കാർക്ക് ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കുക എന്നുള്ളത് അവർ ഭരിക്കും, അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടിരുന്നു. ഒരു ലേഡി അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. കാരണവധക്കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിക്കെതിരെ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ ആക്ഷേപങ്ങൾ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റിന് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ, അവർ കുറ്റവാളി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അങ്ങനെ പറയുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടികൾ, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ ചുമ്മാതെയാണ് ഇവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗോവിന്ദചാമി എന്നുള്ളതല്ല, പല കള്ളന്മാർക്കും പല കുറ്റവാളികളും ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കേ. അയാൾ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പറയോ അയാൾ ഇങ്ങനത്തെ ഒരു കുറ്റവാളി എന്ന് പറയോ? ആരും പറയത്തില്ല. വിനോജ്, ഈ ആദ്യം ഗോവിന്ദചാമി എന്ന് പേര് വിളിച്ച ആൾ ഒരു യാചകനോ മറ്റോ പോകുന്നു എന്നതാണ് തോന്നിയത്. കൈയില്ലല്ലോ എന്ന് കണ്ടറിയുമ്പോഴാണ് ഗോവിന്ദചാമി എന്ന് വിളിക്കുന്നത്. എന്തായാലും അത് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞത്.